താങ്ക് യു. ഇവിടെ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല. എന്താ ഒളിപ്പിക്കുന്നേ? ഒന്നുമില്ല. നിന്റെ കൈ ഒന്ന് കാണിച്ചേ. എന്തിന്? നിന്റെ മെഹന്തി ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മെഹന്തി എന്തിനാ നോക്കുന്നത്? നിന്റെ മെഹന്തിക്ക് നിറം വന്നോന്ന് അറിയണ്ടേ? നോക്കിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു നിന്റെ കൈ ഒന്ന് കാണിക്കാൻ. നീ എന്തിനാ നാണിക്കുന്നത്? അത് ആക്ച്വലി എന്റെ അച്ഛമ്മ പറയാറുണ്ട്, മെഹന്തിയുടെ നിറം ഡാർക്കാവും തോറും അവർക്ക് കിട്ടുന്ന ഭർത്താവും നല്ലതാവുമെന്ന്. അതുകൊണ്ടാ നിന്റെ മെഹന്തി കാണണമെന്ന് ഞാൻ പറയുന്നത്. ഇനി നിന്റെ കേസിലാണെങ്കിൽ ബോയ് ഫ്രണ്ട്. സാറിന്റെ കേസിൽ സാറിന്റെ ഫിയാൻസി ഉണ്ടല്ലോ, പോയി അവരുടെ മെഹന്തിയുടെ നിറം നോക്കും. അവളുടെ മെഹന്തിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം നിന്റെ കൈ ഒന്ന് കാണിക്കേ. ഇപ്പഴാ എനിക്ക് ഓർമ്മ വന്നേ. സാറിന്റെ ഗസ്റ്റ് അല്ലേ മിസ്റ്റർ മുരളിയും സുരേഷും, അവര് സാറിന് തരുന്നുണ്ട്. മിസ്റ്റർ മുരളിയും ഒന്നും എന്നെയല്ല തിരയുന്നത്, അവരാ വെയിറ്ററെ നോക്കുന്നത്. കളിക്കാതെ നിന്റെ കൈയൊന്ന് കാണിച്ചേ. അത് ഞാൻ കാണിക്കല്ലോ, ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോവാ. എന്തിനാ വെറുതെ പേടിക്കുന്നത്? അത് പിന്നെ ഓ, എനിക്ക് മനസ്സിലായി. നീ എങ്ങാനും കൈ കാണിച്ചാൽ അതിൽ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് മൈലാഞ്ചി കൊണ്ട് എഴുതിയിരിക്കുന്നത് ഞാനെങ്ങാനും കണ്ടാൽ അത് പ്രശ്നമാവുന്ന ഓർത്താണോ? കയ്യിൽ എഴുതിയിരിക്കുന്നത് നിന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. നിന്റെ കൈ എനിക്ക് കണ്ടേ പറ്റൂ. ഇത്രയും ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നിനക്ക് നന്നാക്കിയൂടെ? ഇതിപ്പോ എ ആണോ എൻ ആണോ എം ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അത് ലെറ്റർ ഒന്നും അല്ലായിരുന്നു, ഡിസൈൻ ആയിരുന്നു. ഇല്ലാതാക്കിയല്ലോ. ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നേ ഈച്ചയെ അടിച്ചു കൊന്ന് പറ്റിച്ചു വെച്ചേക്കുന്ന പോലെ. ഇത് എന്റെ കൈയല്ലേ, ഞാൻ ചിലപ്പോ ഈച്ച അടിക്കും, കൊതുകിനെ അടിക്കും. സാറിന് എന്താ? സാറിന് സമാധാനമല്ലോ, അതോ ഇനിയും ടൈം പാസ് ചെയ്യണോ? നീ എന്തിനാ എന്നെ വെറുതെ വഴക്ക് പറയുന്നത്? ഞാനായിട്ട് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേരെങ്ങാനും കണ്ടുപിടിച്ചാലുണ്ടല്ലോ, നിന്റെ കയ്യിൽ ഞാൻ പെർമനന്റ് ടാറ്റു അടിക്കാം അവന്റെ പേര്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നീ കണ്ടോ? വഴക്ക് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ പേരെന്റെ കയ്യിൽ പതിച്ചിരുന്നെങ്കിൽ, പിന്നെ അതൊരിക്കലും മായ്ക്കാൻ പറ്റാതായെങ്കിൽ. ആലിയ, മേക്ക് ഷുവർ നീ പ്ലാൻ ചെയ്യുന്ന കാര്യം വളരെ വേഗം നടക്കണം. എനിക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല. എനിക്ക് പ്രിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. ഇനി വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ പ്രിയോട് മാപ്പല്ല, അവളുടെ ജീവനായിരിക്കും എടുക്കുക. ആലിയ, ഞാൻ നിന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന. നീ ആണെങ്കിൽ അവിടെ എവിടെ നോക്കിയിരിക്കുന്നു. എന്താ എവിടെയാ നോക്കുന്നത് നീ? വിധി. വിധിയോ? അച്ഛമ്മ എപ്പോഴും പറയാറില്ലേ, പ്രിയയുടെ വിധി അവളുടെ സിന്ദൂരമാണെന്ന്. ഇനി അവളുടെ തുറന്നു കിടക്കുന്ന വിധിയെ പൂട്ടിയിടാൻ സമയമായിരിക്കുന്നു തനു. അതാരാ? ഇത് അബിയുടെ ഓഫീസിലെ അക്കൗണ്ടന്റ് അല്ലേ? ഇവനാണോ പ്രിയയുടെ വിധിയെ പൂട്ടിയിടാൻ പോകുന്നത്? അങ്ങോട്ട് നോക്ക്. ഇതെന്താ നടക്കുന്നേ? എന്താ നടക്കുന്നതെന്ന് പറയാനുള്ള റൈറ്റ് ടൈമാണ് തനു. നിന്നോട് മാത്രമല്ല, ഏട്ടനോടും. അങ്ങനെ എന്താ ഏജൻസിയാ ഉള്ളത് മെഹന്തിയുടെ ഇടയിൽ തന്നെ വരാനായിട്ട്? മാം, ദീപാവലി ബോണസിന്റെ ഫണ്ട് കുറവാണ്, അതുകൊണ്ട് ഈ ചെക്സ് എല്ലാം ഉടനെ സൈൻ ചെയ്യിപ്പിക്കണം. പിന്നെ ഈ കോൺട്രാക്ട്സ്, കാരണം ഇത് നാളെ രാവിലെ അയക്കാനുള്ളതാണ്. ചെക്സ് എല്ലാം ഞാൻ സൈൻ ചെയ്യിക്കാം, പക്ഷെ കോൺട്രാക്ട്സ് എങ്ങനെ അദ്ദേഹം വായിക്കാതെ സൈൻ ചെയ്യുന്നത്? മാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി നടക്കില്ല, കാരണം ഈ കോൺട്രാക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് തന്നെ ആയാലും അദ്ദേഹം വായിക്കാതെ സൈൻ ചെയ്യാൻ എനിക്ക് പറയാനാവില്ല.
ഞാൻ പോയി ഈ ചെക്കൊക്കെ സൈൻ ചെയ്ത് മേടിച്ചിട്ട് വരാം. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. സോറി. ആ പിന്നെ മിസ് സെക്രട്ടറി, ഈയിടെയായിട്ട് എന്ത് പറ്റി? നിന്റെ കണ്ണാടിയുടെ പവർ മാറിയോ? അതോ ഈയിടെയായിട്ട് നിന്റെ ഹാബിറ്റ് ആണോ ആളുകളെ തട്ടിയിടുക, സാധനങ്ങളെ താഴെ ഇടുക, പിന്നെ അത് എടുക്കുക? ഇതെല്ലാം നീ എന്തുമാത്രം ജോലി ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയാണ്. അക്കൗണ്ടന്റ് കുറച്ച് പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് സൈൻ ചെയ്യിക്കേണ്ടത് വളരെ അത്യാവശ്യം. എന്റെ ശ്രദ്ധ മുഴുവൻ പേപ്പേഴ്സിലായിരുന്നു, കണ്ടില്ല, സോറി. അപ്പൊ നിനക്ക് തോന്നുന്നത് ഈ ചെക്സ് സൈൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണോ? സ്വീറ്റാർട്ട്, ഞാൻ ഏട്ടന്റെ ജോലികൾ ചെയ്തോണ്ടിരുന്നപ്പോ അപ്പൊ ഈ ചെക്സ് ഒക്കെ ആദ്യമേ സൈൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നീ ഒന്നും പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. നീ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഞാൻ എന്ത് ജോലി ചെയ്തിരുന്നു, എന്തൊക്കെ ജോലി ചെയ്യുമെന്ന് നിനക്കും നിന്റെ കുടുംബത്തിനും നന്നായി അറിയാം. പണ്ട് നീ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എന്തൊക്കെയോ ചെയ്ത് ഈ കാണുന്നതെല്ലാം നിന്റെ പേരിലാക്കാൻ ശ്രമിച്ചില്ലേ? എന്റെ കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ട്, പക്ഷെ നിങ്ങളെപ്പോലുള്ളവരെ ഞാൻ ഉറപ്പായും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഓർമ്മ വേണം. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഞാൻ പലതും പറയാത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഓർത്താ. ഇങ്ങനൊരു സാഹചര്യത്തെ എന്റെ കുറവായി മാത്രം കാണരുത്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാനും കഴിയില്ല ആലിയ. നീ അദ്ദേഹത്തിന്റെ സഹോദരി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആരുമല്ല. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആരും അല്ലെങ്കിൽ പോലും എല്ലാമാണ്. നീ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളപ്പോൾ നിന്റെ ലക്ഷ്യങ്ങളൊന്നും നടക്കില്ല. കാഴ്ചയ്ക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും നിന്റെ ഓർമ്മശക്തി ഭയങ്കര കൂടുതലാ. എല്ലാം ഓർമ്മയുണ്ടല്ലോ, ഞാൻ എങ്ങനെ ചതിച്ചു എന്നും എന്തൊക്കെ ചെയ്തു എന്നും. എനിക്കും നല്ല രീതിയിൽ ഓർമ്മയുണ്ട് നീ എന്റെയും ഏട്ടന്റെയും ജീവിതത്തിൽ എന്തുമാത്രം അകൽച്ച വരുത്തിയെന്ന്. പിന്നെന്തായാലും ശത്രുവാണേലും മിത്രമാണേലും ഏട്ടന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഐ ലൈക്ക് ടു കീപ് മൈ അക്കൗണ്ട്സ് ക്ലിയർ. സോ ഹൗ അബൌട്ട് ദിസ്? നീ എന്റെയും ഏട്ടന്റെയും റിലേഷൻഷിപ്പ് തകർത്തതുപോലെ, എല്ലാ കാര്യങ്ങളും കുളമാക്കിയതുപോലെ ഞാൻ നിന്റെയും ഏട്ടന്റെയും ബന്ധം ഇല്ലാതാക്കിയാൽ എങ്ങനെയുണ്ടായിരിക്കും? എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കിയാലോ? നിനക്കത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോളൂ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ ഭർത്താവിനെതിരായി ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ എനിക്കറിയാം തീയില്ലാതെ ഒരിക്കലും പുകയുണ്ടാവില്ല. പുക എന്തായാലും വരും സ്വീറ്റ്ഹാർട്ട്, തീയും ഉണ്ടാകും. നനഞ്ഞ വിറകിൽ നിന്ന് എങ്ങനെ തീ കത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ തീ പിടിക്കുമ്പോ നിനക്ക് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത തീയാവും ആളി കത്തുന്നത്. ഒരു വഴിയും പിന്നെ ഉണ്ടാകില്ല. ബട്ട് ഒരു വഴി നിനക്ക് ഉറപ്പായും കാണാൻ കഴിയും, ഈ വീടിന്റെ പുറത്തേക്കുള്ള വഴി. എനിക്ക് എവിടേക്ക് ഓടണമെന്ന് തോന്നുന്നോ അവിടേക്ക് ഓടിക്കോളാം. നീ നന്നായി ശ്രദ്ധിക്കണം തീ ആളി കത്താതിരിക്കാൻ. ഞാൻ നിന്റെ ഏട്ടനോടൊപ്പം ബിസിയാ. നീ നിന്റെ സ്വപ്നങ്ങൾ കാണുന്നതിൽ ബിസി ആയിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. സർ, ആ ശരി. കുറച്ച് ചെക്സ് സൈൻ ചെയ്യാനുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ ചെക്ക് സൈൻ ചെയ്യണോ? ഞാനാണെങ്കിൽ ഗേൾസിന്റെ കയ്യിൽ മെഹന്തി ഇട്ട് തളർന്നിരിക്കുക. ഐ ആം ടയർഡ്. ഗേൾസിന്റെ കയ്യിലോ? ആദ്യം നിന്റെ കയ്യിൽ, പിന്നെ തനുവിന്റെ കയ്യിൽ, പിന്നെ ഒരു ലൈൻ ആയിരുന്നു മെഹന്തി ഇടാനായിട്ട്. പിന്നെ ഗേൾസിന്റെ വിചാരം എന്താന്ന് വെച്ചാൽ റോക്ക് സ്റ്റാർ മെഹന്തി ഇട്ടാൽ അതിന്റെ നിറം ഒരിക്കലും മങ്ങില്ലെന്ന്. അങ്ങനെയുണ്ടോ? ഞാനിവിടെ ഒരു ലൈനും കണ്ടില്ലല്ലോ. ആ, എന്റെ ഫാൻ നമ്പർ 1 എവിടെ നിൽക്കുന്നോ അവിടെ നിന്നല്ലേ ലൈൻ തുടങ്ങാൻ പറ്റൂ. ലൈനിന്റെ കാര്യം വിട്ടിട്ട് ഇത് സൈൻ ചെയ്യാൻ നോക്കൂ. എന്താ ഇത്? എന്റെ കൈവിടൂ. എന്നോട് പറ, അറിയാതെയാണെങ്കിലും ഞാൻ നിന്റെ കയ്യിൽ മെഹന്തി ഇട്ടപ്പോ നിനക്ക് എന്താ തോന്നിയത്? നീ വെറുതെ നാണിക്കൊന്നും വേണ്ട. ഈ കാര്യം നമ്മൾ മാത്രമേ അറിയൂ. എന്തെങ്കിലും തോന്നിയോ? എന്താ? ടെൽ മീ. ഇല്ല, എനിക്ക് കയ്യില് ചൊറിച്ചില് തോന്നി. ഒരുപാട് സാധനങ്ങളൊക്കെ താഴെ വീണു. എന്റെ ജോലിഭാരവും കൂടി. കുറച്ചല്ല, ഒരുപാട് കാര്യങ്ങൾ തോന്നി. കള്ളം പറയുവാണല്ലേ? ഒരു ഫാൻ നമ്പർ 1ന്റെ മുന്നിൽ അയാളുടെ ഐഡിയൽ വരുമ്പോൾ എന്തെങ്കിലൊക്കെ തോന്നാതിരിക്കില്ല. എന്തെങ്കിലും അല്ല, എന്തൊക്കെയോ തോന്നാറുണ്ട്. എന്ത് ചെയ്യാൻ പറയാൻ കഴിയില്ലല്ലോ. ഏട്ടാ നിക്ക്, സൈൻ ചെയ്യരുത്.
ഏതെങ്കിലും ചെക്കോ ഏതെങ്കിലും പേപ്പേഴ്സ് കോൺട്രാക്ട് സൈനോ ഒന്നും സൈൻ ചെയ്യരുത് ഏട്ടാ. എന്താ കാര്യം? എനിക്കറിയില്ല ഇവൾ എന്താ പറഞ്ഞതെന്നും പറയുന്നതെന്നും. പക്ഷെ ഇവൾ എന്താണോ പറഞ്ഞത് അത് കള്ളമാണ്. എന്ത് കള്ളോ ആലിയ? ഇതെല്ലാം എംപ്ലോയീസിന്റെ ബോണസിന്റെ ചെക്കല്ലേ? ഇതിൽ എന്ത് കള്ളത്തരോ? ഇല്ല ഏട്ടാ, ഈ പേപ്പേഴ്സ് എല്ലാം ഇതെല്ലാ പൈസയും ഇവളുടെ പേരിലാണ് പോകുന്നത്. മുഴുവൻ പൈസയും ഇവൾക്കാ പോകുന്നത്. ആലിയ, നിനക്കറിയില്ല ഇതെന്റെ സെക്രട്ടറിയാണ്. ഇവളെന്തിനാ മറ്റുള്ളവരുടെ ക്യാഷ് തട്ടിയെടുക്കുന്നത്? കാരണം അവൾക്ക് ഏട്ടൻ നൽകുന്ന സാലറി തികയുന്നില്ല. ഇവൾക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇനി അതിനേക്കാളും വേണമായിരിക്കും. ഇനി നികിതയ്ക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് ചോദിക്കുമായിരുന്നു. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. ഇവള് മറ്റുള്ളവരെ പോലെയല്ല. ലോൺ എടുത്തോ സാലറി വെച്ചോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളെ പോലെ. ഇവൾക്ക് നന്നായിട്ട് അറിയാം ഇവൾക്ക് ആവശ്യമുള്ള പൈസ ഷോർട്ട് കട്ട് വഴിയെ കിട്ടുമെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് ഇവളെ ഏട്ടനോട് പൈസ ചോദിക്കാത്തത്. ആലിയ, മതി. പറയാനുള്ളത് വ്യക്തമായി പറയാം, അല്ലാതെ ആരെയും ബ്ലെയിം ചെയ്യണ്ട. ബ്ലെയിം ചെയ്യുന്നതല്ല ഏട്ടാ, സത്യം എന്താണോ അതാണ് പറയുന്നത്. ഏട്ടന്റെ സോ കോൾ ഫാൻ നമ്പർ 1, ഓണസ്റ്റ്, ഹാർഡ് വർക്കിംഗ്, സിമ്പിൾ, ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ ഏട്ടൻ ഇവളെ നിയമിച്ചത്. ഞങ്ങളോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ ഇവളുടെ കഥകൾ പറയുമായിരുന്നില്ലേ? അതിനെയാണ് ഇവള് മുതലെടുക്കുന്നത്. ഏട്ടാ, ഇവളിവിടെ ഏട്ടന്റെ ജോലി ചെയ്യാനല്ല വന്നത്. ഏട്ടന്റെ സോ കോൾ സെക്രട്ടറിയായി ഏട്ടനെ തകർക്കാൻ വേണ്ടി വന്നിരിക്കുക. ഏട്ടന് ഒരു തവണയെങ്കിലും ചോദിച്ചോ ഇവൾ സൈൻ ചെയ്യുന്ന ചെക്കും കോൺട്രാക്റ്റും ആരുടെ പേരിലാണെന്ന്? ആരുടെ പേരിലുള്ള അക്കൗണ്ടിലാണ് ഈ പൈസ പോകുന്നതെന്ന്? നീ എന്താ ഈ പറയുന്നത്? മുഴുവൻ ചെക്ക് എംപ്ലോയീസിന്റെ പേരിലാ പോകുന്നത്, അതും അവരുടെ അക്കൗണ്ടിൽ. ഏട്ടൻ വളരെ പാവമാണ്. ഞാൻ എങ്ങനെയാ ഏട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇതൊക്കെ ഇവളുടെ ഒരു അഭിനയമാണ്. ഇവള് വലിയൊരു ഗെയിം പ്ലാനറാ. ഇവളീ കൊണ്ടുവന്ന ചെക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഫേക്ക് നെയിമിലാ ഉള്ളത്. ഈ പേരിലുള്ള ആരും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലുമില്ല. ഈ മുഴുവൻ പൈസയും ഇവൾക്കാണ് ലഭിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത് പോലും ഇല്ല. ഇവള് ഫേക്ക് അക്കൗണ്ട്സ് ഉപയോഗിച്ച് മുഴുവൻ ട്രാൻസാക്ഷൻസും ഇവളുടെ പേരിലാക്കുകയാണ്. മുഴുവൻ പൈസയും ഇവൾക്കാണ് ലഭിക്കുന്നത്. പിന്നെ മുഴുവൻ ചെക്കും സൈൻ ചെയ്യിച്ചതിന് ശേഷം ഇവള് കോൺട്രാക്റ്റും സൈൻ ചെയ്യിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ എല്ലാം ഇവളുടേതായി മാറിയേനെ. ഇവള് നമ്മൾ കാണും പോലെ ഒന്നും അല്ല ഏട്ടാ. ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം സ്വന്തമാക്കാനായിരുന്നു പ്ലാൻ. എന്നിട്ട് ഏട്ടന്റെ കമ്പനി പൂട്ടിച്ചേനെ ഇവള്. ദാറ്റ്സ് ബുൾഷിറ്റ്. നികിത ഒരു ഓണസ്റ്റ് എംപ്ലോയിയാണ്. അവളിത് ഒരിക്കലും ചെയ്യില്ല. ഐ ന്യൂ ഇറ്റ്. എനിക്കറിയാമായിരുന്നു ഏട്ടൻ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കില്ലെന്ന്. ഏട്ടൻ ഇവളെ ഓണസ്റ്റ് ഹാർഡ് വർക്കിംഗ് വിമൻ ആയിട്ടാ കാണുന്നത്. സ്വന്തം ഫാൻ നമ്പർ 1 ആയിട്ടാ കാണുന്നത്. ഏട്ടൻ ആദ്യം മുതലേ ഇവളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഐ നൗ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഇവൾ എന്ത് മാജിക് ഏട്ടനോട് ചെയ്തത്. ഏട്ടൻ ഇവള് പറയുന്നത് മാത്രമാണ് വിശ്വാസം. സ്വന്തം സഹോദരി പറയുന്നത് ഒട്ടും വിശ്വാസമില്ല. അൺബിലീവബിൾ. പക്ഷേ ഇവിടെ എന്റെയും ഏട്ടന്റെയും കാര്യമല്ല സംസാരിക്കുന്നത്. ഏട്ടന്റെ കമ്പനിയെ കുറിച്ചാണ്. ഏട്ടന്റെ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. രാത്രിയും പകലും അവർ ഏട്ടന് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്. ഓണസ്റ്റ് അവരാണ്. ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നതും അവരാണ്. പൈസ അവർക്കാണ് കിട്ടേണ്ടത്. പക്ഷെ അതെല്ലാം പോകുന്നത് ഇവളുടെ കയ്യിലേക്ക്. ഇതൊക്കെ തന്നെ ഈ മിഡിൽ ക്ലാസ് പെൺകുട്ടികളുടെ ശീലങ്ങൾ. ഇവൾ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാ. I just fail to understand why. Why can't you see the truth? ആലിയ, മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഇവളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. പക്ഷെ നീ ഇപ്പൊ ഒരുപാട് ലിമിറ്റ് ക്രോസ് ചെയ്തിരിക്കുക. എനിക്കറിയില്ല മിഡിൽ ക്ലാസ് പെൺകുട്ടികൾ എന്ത് ചിന്തിക്കുന്നു ചിന്തിക്കില്ല എന്നും. പക്ഷെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കണ്ണുകൊണ്ട് കാണാത്തത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇനി ഇവൾ ഹൈ ക്ലാസ് ആയാലും മിഡിൽ ക്ലാസ് ആയാലും ഇവളെന്റെ സെക്രട്ടറി മാത്രമല്ല, എന്റെ നമ്പർ 1 ഫാൻ കൂടിയാ. രണ്ട് രീതിയിൽ വെച്ച് നോക്കിയാലും അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എനിക്കറിയാമായിരുന്നു ഏട്ടാ ഞാൻ പറയുന്നതൊന്നും ഏട്ടൻ വിശ്വസിക്കില്ലെന്ന്. കാരണം ഏട്ടൻ വിശ്വസിക്കുന്നത് ഏട്ടന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമാണ്. റൈറ്റ്? സോ ഏട്ടന് തോന്നുന്നത് ഞാൻ കള്ളം പറയുകയാണെന്നാണ് അല്ലേ? അതോ ഈ കാര്യങ്ങളെല്ലാം ബേസ്ലെസ് ആണെന്നോ? വെയിറ്റ് എ സെക്കൻഡ്. ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കാം. The share and property transfer agreement sets down the terms and conditions upon which the transfer of Mr. Abhishek Prem Menon, being a company duly registered upon under the laws of state, give the complete power of attorney of this company and its assets to
മിസ് നികിത ആദിത്യ. ഇത് മതിയോ അതോ ഇനിയും വായിക്കണോ? ഏട്ടൻ ഈ പേപ്പേഴ്സിൽ ഇന്ന് സൈൻ ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ ഏട്ടാ, ഏട്ടൻ ഇതുവരെ സമ്പാദിച്ചതെല്ലാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം, ഏട്ടന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും മ്യൂച്വൽ ഫണ്ട്സും, ഏട്ടന്റെ ബംഗ്ലാവ്, ഗസ്റ്റ് ഹൗസ്, സിറ്റിയിലുള്ള ഹോട്ടൽ, ഏട്ടന്റെ ഓഫീസ്, പിന്നെ പോരാത്തതിന് ഈ വീട് പോലും അവളുടെ പേരിലാവും. ഇതെല്ലാം ഇവളുടെ സ്വന്തം പേരിലാക്കാനാ നോക്കിയത്. ഒരൊറ്റ സൈനിലൂടെ ഏട്ടന്റെ എല്ലാം ഇവളുടേതാക്കും. ഇതായിരുന്നു ഇവളുടെ ശരിക്കുള്ള ഉദ്ദേശം. ഇതൊക്കെ കള്ളത്തരവാ. ഈ പേപ്പേഴ്സ് എനിക്ക് ആ അക്കൗണ്ട്. ഓ പ്ലീസ്, നിന്റെ സത്യാവസ്ഥ മുഴുവനും എല്ലാവരുടെ മുന്നിൽ വന്നു. ഒരു വാക്ക് പോലും നീ മിണ്ടരുത്. ഒരു അനാവശ്യവും നമുക്ക് കേൾക്കണ്ട. നിനക്ക് പറയാനുള്ളത് എന്താണോ, നിനക്ക് ചെയ്യാനുള്ളത് എന്താണോ അതൊക്കെ നീ ചെയ്തു. ഏട്ടൻ തന്നെ ഈ പേപ്പേഴ്സ് ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് തീരുമാനിക്കുക ഇവൾ എത്ര ഓണസ്റ്റ് ആണെന്ന്. ഇവൾ എത്രമാത്രം സിമ്പിൾ ആണെന്ന് കാണിക്കുന്നു അതിനേക്കാൾ 10 മടങ്ങ് ഇവൾ ക്രൂക്കഡാണ്. ഇവൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഏട്ടന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഏട്ടൻ ഇന്ന് ഒരുപാട് ബിസി ആയിരിക്കുമെന്ന്. പിന്നെ വളരെ ഓക്കുപൈഡ് മൈൻഡ് ആയിരിക്കും ഏട്ടൻ്റെത്. ആ സിറ്റുവേഷനെ ഇവള് മുതലെടുത്തത്. ഇവൾ ആലോചിച്ചത് എന്താന്ന് വെച്ചാ ഈ പേപ്പേഴ്സും ചെക്കും ഇന്ന് തന്നെ കൊണ്ടുവന്നാൽ ഏട്ടൻ അത് നോക്കുക പോലും ചെയ്യാതെ സൈൻ ചെയ്ത് കൊടുക്കും. ഏട്ടൻ ഒന്നും ചോദിക്കുകയില്ല, ഒന്നും വായിക്കുകയില്ല, സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഏട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച് എല്ലാം സ്വന്തം പേരിലാക്കാൻ വേണ്ടി ഏറ്റവും നല്ല ടൈം തന്നെ ഇവള് ചൂസ് ചെയ്തു. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, വളരെ കൃത്യമായ പ്ലേസും ചൂസ് ചെയ്തു. ഇവള് കണക്ക് കൂട്ടിയത് ഇവൾ ഈ വീട്ടിൽ ഒരു സെക്രട്ടറിയായി കയറി പറ്റിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് ഈ വീടിന്റെ ഓണറായി മാറാമെന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ഏട്ടന്റെ ഫാൻ നമ്പർ 1 എന്ന സ്ഥാനത്ത് നിന്നും ചീറ്റർ നമ്പർ 1 എന്ന സ്ഥാനത്തേക്ക് മാറി. ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ല. ഈ കോൺട്രാക്ട് എഴുതിച്ച ഞാനല്ല. ഞാനും അത് വിശ്വസിക്കുന്നില്ല. ഇവളഭിയെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് നിനക്കെങ്ങനെ അറിയാം? നീ പേപ്പേഴ്സ് ഒക്കെ നേരത്തെ ചെക്ക് ചെയ്തിരുന്നോ? അച്ഛമ്മ ഇതിന്റെ ഇടയിൽ ഒന്നും സംസാരിക്കണ്ട. അല്ലെങ്കിൽ ചിലപ്പോ അച്ഛമ്മയ്ക്ക് തന്നെ അത് മോശമായിട്ട് തോന്നും. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഏട്ടന്റെയും അച്ഛമ്മയുടെയും മനസ്സ് ഒരുപോലെയാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. അച്ഛമ്മയും ഇവളെ വിശ്വസിച്ച് കാണും. എനിക്ക് തോന്നുന്നു അച്ഛമ്മ ഇവളെ മകളെ പോലെയാവും കാണുന്നത്. ഒരു മകൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അച്ഛമ്മയ്ക്ക് അറിയില്ല എത്ര വലിയ പ്ലാനാണ് ഇവള് നമുക്കെതിരായിട്ട് നടത്തിയെന്ന്. നമ്മളെ എല്ലാവരെയും ഇല്ലാതാക്കാനാണ് ഇവള് ശ്രമിച്ചത് അച്ഛമ്മേ. അതുകൊണ്ട് പ്ലീസ്, ഏറ്റവും ബെറ്റർ അച്ഛമ്മ സംസാരിക്കാതിരിക്കുന്നതാണ്. കാരണം പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോ അച്ഛമ്മ വെറുതെ കരയേണ്ടി വരും. അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. ഇതാണ് ആലിയ. പ്രിയയ്ക്ക് ശരിക്കും 8ന്റെ പണിയാ അവള് കൊടുത്തിരിക്കുന്നത്. മമ്മി, ഇപ്പോഴല്ലേ എല്ലാം ശരിയായി വന്നത്. അല്ലെങ്കിലേ ഇവള് പഴയതുപോലെ നമ്മളെ ഭരിച്ചേനെ. പക്ഷെ ഈ സമയത്ത് ഇവളുടെ സത്യാവസ്ഥ എല്ലാവരുടെയും മുന്നിൽ വന്നിരിക്കുകയാണ്. അത് ഈ പേപ്പേഴ്സിൽ കാണാനുമുണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി നികിത ഇങ്ങനെയൊക്കെ ചെയ്യൂന്ന്? ഏട്ടാ, ഞാൻ ഏട്ടന്റെ സഹോദരിയാ. ഏട്ടൻ എന്തെങ്കിലും ചതി സംഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. എനിക്ക് ഇവളെ ആദ്യം മുതലേ ഇഷ്ടമല്ലെന്ന് ഏട്ടനെ നന്നായിട്ട് അറിയാം. എനിക്കതിൽ പ്രോബ്ലം ഇല്ല. പക്ഷെ ആദ്യം മുതലേ എനിക്ക് ഇവളെ സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതലേ ഇവളെ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്നും ശ്രദ്ധിച്ചു. നമ്മുടെ അക്കൗണ്ടന്റ് മനോജ് ഈ വീട്ടിൽ വരുന്നത് കണ്ടപ്പോ അപ്പോ എന്റെ സംശയം വീണ്ടും കൂടി. കാരണം മനോജ് വന്നത് ഏട്ടനെ കാണാനല്ല, ഇവളെ കാണാനാ. ഐ മീൻ, എനിക്ക് മനസ്സിലാവാത്തത് അവൻ ഇവളെ കാണാൻ എന്തിനാ വന്നത്. അതുകൊണ്ട് ഞാൻ ഇവളെ ഫോളോ ചെയ്തു. ഇവൾ സീക്രട്ട്ലി എന്തോ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. എനിക്കത് മനസ്സിലായതുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇവൾ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാൻ കേട്ടത് I was shocked. ഞാൻ കേട്ടത്, അതായത് അവൻ ഇവളോട് പറയുകയായിരുന്നു ആ മുഴുവൻ ചെക്കും സൈൻ ചെയ്യിക്കണമെന്ന്. ആക്ച്വലി ആ ചെക്സ് ഒരു കാരണം മാത്രമായിരുന്നു. അത് ആ ചെക്കിനൊപ്പം അവളെ പവർ ഓഫ് അറ്റോർണിയും സൈൻ ചെയ്യിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എല്ലാം സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു.
അവള് മനോജിനോട് പറഞ്ഞു ഈ ഫേക്ക് അക്കൗണ്ട്സ് ഉപയോഗിച്ച് എത്ര പൈസയാണോ ലഭിക്കുന്നത്, എത്ര അസറ്റ്സ് ഉണ്ടോ അതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എന്നിട്ട് ഇവൾ അതിൽ നിന്നും 10% മനോജിന് കൊടുക്കുമെന്നും പറഞ്ഞു, അതും കമ്മീഷനായിട്ട്. എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ നടക്കുന്നത്. ഞാൻ പിന്നെ മനോജിന്റെ അടുത്ത് പോയി ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു, സത്യം എന്താണെന്ന് പറയാൻ പറഞ്ഞു.